കംപ്ലൈൻറ്റ് കാണിക്കണം. ഇല്ലെന്ന് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറ്റിയ റൈറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ആ, ക്ലിയറാ. ഓക്കെ, അപ്പോൾ ടി വി ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടോ, ഇതൊരു സാംസങ്ങിൻ്റെ 50 ഇഞ്ച് ടി വിയാണ്. ആ ടി വി ആലപ്പുഴയിൽ നിന്നൊരു കസ്റ്റമർ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഒരു പുള്ളി സ്കൂട്ടറേൽ ഇത് പുറകിൽ വെച്ച് കെട്ടി, പിള്ളേരൊക്കെ സ്കൂൾ ബാഗ് കൊണ്ടിരുന്നത് പോലെ വെച്ച് കെട്ടി, പുള്ളി തന്നെ ഒരു ബെൽറ്റൊക്കെ ഉണ്ടാക്കി, പുള്ളിയുടെ വൈഫിനെ കൊണ്ട് ബെൽറ്റൊക്കെ തയ്പ്പിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ഇത് കൊണ്ടുവന്നതാണ്. ശരിക്കും ഈ സെറ്റിൻ്റെ പാനലും ബാക്ക് ലൈറ്റും പോയതായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വി വേസ്റ്റ് ആക്രിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ് കമ്പനിക്കാർ തന്നെ പറഞ്ഞ് 500 രൂപ 1000 രൂപ തരുവാണെങ്കിൽ ആക്രിക്ക് തന്നേരം. കാരണം പുതിയ ടി വി നമുക്ക് മേടിക്കണ 10,000-40,000 രൂപ ആകുന്ന സെറ്റാണിത്. 4K ടി വിയാണ്. 4K അടിപൊളി ടി വിയാണ്. കുറച്ച് നാളെ പുള്ളി ഉപയോഗിച്ചുള്ളൂ. എന്തോ എങ്ങനെയോ പാനൽ കേടായി കഴിഞ്ഞപ്പോൾ ഈ കമ്പനിയുടെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ഇനി പാനൽ മാറണം, കിട്ടാനില്ല, രക്ഷയില്ല, ഇതൊന്നും നന്നാകില്ല, അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയ വിലയ്ക്ക് തന്നേരെ, ഞങ്ങൾ എടുത്തോളാം, പുറത്ത് കൊടുത്താൽ 500 രൂപ കിട്ടുള്ളൂ, ഞങ്ങൾ 1000 രൂപ തരാമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം ഇത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പുള്ളി എടുത്ത ആളാണ്. പുള്ളി വലിയൊരു കമ്പനി ജോലി ചെയ്യുന്ന ആളാണ്. എന്നാലും പുള്ളിയുടെ കഷ്ടപ്പാടിൻ്റെ വേർപ്പിൽ നിന്നുണ്ടായി സെറ്റായതുകൊണ്ട് അതങ്ങനെ കളയാൻ പുള്ളി തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വീഡിയോ പുള്ളി കാണുകയും പുള്ളി കണ്ടിട്ട് ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചെന്ന് പറഞ്ഞു 2500 രൂപ ഓട്ടോറിക്ഷ കൂലി ഇങ്ങോട്ട് തന്നെ ആവുമെന്ന് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരെ, ഇവിടുന്ന് തിരിച്ച് ആലപ്പുഴയ്ക്കും 2500, 5000 രൂപ ആവും. അപ്പോൾ പുള്ളി തന്നെ ഇത് കൊണ്ടുവരാനുള്ള ഒരു മാർഗം പുള്ളി തന്നെ കണ്ടുപിടിച്ചതാണ്. ചെറിയ തുകയ്ക്ക് ഇത് സ്കൂട്ടറിനറിയാമല്ലോ, അവിടുന്ന് ഇവിടെ വരാൻ കുറച്ച് 1, 2 അല്ല 3 ലിറ്റർ പെട്രോളിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പുള്ളി സ്വന്തം ഇതിൽ ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടാക്കി പുള്ളി അത് സെറ്റാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് ഡെമോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ബെൽറ്റ് ഇടാൻ ജിൻസിയും കൂടെ സഹായിച്ച് പുള്ളി ടി വി ആയിട്ട് പോകുന്ന രംഗം നിങ്ങൾക്ക് കാണാം. വളരെ ക്ഷമയോടെ കണ്ടുവച്ചു. ആർക്കും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു ഷോട്ട് ഇട്ടപ്പോൾ ഒരു ചേട്ടനിപ്പോൾ ഇതിൻ്റെ വല്ലഭന് പുല്ലും ആയുധമെന്നുള്ള പഴഞ്ചൊല്ലിട്ടിരിക്കുന്നുണ്ട്. അത് തന്നെ, വല്ലഭന് പുല്ലും ആയുധമാണ്. അതുപോലെ തന്നെ ആണിത്. ശരിക്കും ഞാൻ പോലും അത്ഭുതപ്പെട്ടു. കാരണം ഇത്ര 50 ഇഞ്ചിന് മേളിൽ വലുപ്പമുള്ള ഇത്രയും വലിയൊരു ടി വി പുറകിൽ വെച്ചോണ്ട് പോകുന്ന ഒരു രംഗം നിങ്ങളത് കാണേണ്ടതാണ്. എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. എത്ര സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്ത് പുള്ളി അത് പോകുന്നുണ്ട് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കണ്ടോളൂ. നമുക്ക് അതിൻ്റെ ഐഡിയാസ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഒരു ഫ്രെയിം ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്രെയിമേലെങ്കിലും ഇത് നിൽക്കുമെന്ന് അറിയാതെ. അതെ, എന്നാത്തിൻ്റെ ഇതാണോ ഷോ ആക്കുന്ന ഷോ അരൂർ എന്ന് പറയുന്നത് ആലപ്പുഴയാണോ ശരിക്കും? അപ്പൊ ഇവിടുന്ന് പോയിട്ട് ചെങ്ങാടത്തേര് ബൈക്ക് കയറി പോകാൻ പറ്റുമോ? ചനാശ്ശേരി വന്നോ? തണ്ണീർമുക്കം ബണ്ട്. അവിടെ പോവാ. എടി തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുമ്പോൾ നമ്മള് കോട്ടയത്തൂടെ പോയിട്ട് കോട്ടയത്തൂടെ ചെന്നിട്ട് കുമരകം ചെന്നിട്ടല്ലേ, അങ്ങനെയല്ലേ? മറ്റേ ഒത്തിരി സമയം ചുമ്മാ പോകും അല്ലേ? ഇത് മറ്റേ ബാഗിന്റെ ഇതാണോ? അത്
നമ്മൾ ബാഗിൻ്റെ വള്ളി വാങ്ങിച്ച് പയ്യെ ചെയ്താൽ മതി, തെളിവ് എടുക്കണ്ട. ഒരു വള്ളി കൂടി ഉണ്ട്. അതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ഒരു വള്ളിയുണ്ട്. ഇത് ഈ കിടക്കുന്നതാണോ? ഇതല്ല, ഇവിടെ ഒരു വള്ളി കിടപ്പുണ്ട്. അതല്ല, ഇതിനകത്തെ ബാക്കിൽ കൂടി കുടിച്ചാൽ വൈഫ് എല്ലാം കൂടെ തയ്ക്കോ? ആ വീട്ടിലിരുന്നാണോ? അല്ല, വൈഫിന് ജോലിയുണ്ട് ഒരു ലക്ഷ്യ ഹോസ്പിറ്റലിൽ. ആ, നേഴ്സാണോ? നേഴ്സല്ല, ക്ലീനിക്കാണ്. ആ, അത് കഴിഞ്ഞിട്ട് ഹോം ക്ലീനിക് അത് കഴിഞ്ഞ് വീട്ടിലുണ്ട്. വീട്ടിൽ എങ്ങനെ തയ്ക്കും? നമ്മുടെ എന്തെങ്കിലും തയ്ക്കലും ഓർഡർ പിടിച്ചില്ല. ഇല്ല. കെട്ടി വെക്കുവാണോ? ബെൽറ്റ് ഉണ്ട്, ഇനി വട്ടം ബെൽറ്റ്. ഏതെങ്കിലും ഒരു പരിപാടി ഇത് പാലൊക്കെ കൊണ്ട് കുറച്ചും മതി. പണ്ട് ഇച്ചിരി അങ്ങോട്ട് ഇല്ലായിരുന്നു പാലൊക്കെ നമുക്ക് ഇല്ല, ഇത് ബാക്കിലല്ല വെക്കുള്ളൂ. ബാക്കാണ്. കുഴപ്പമില്ലല്ലേ? മൂന്ന് ഉപ്പായിരുന്നു, മൂന്ന് ഒരു കാരണവശാലും ലീവിലെ ഉപ്പായിരുന്നു. വിലങ്ങം മാത്രമേ ഉപ്പാവുള്ളൂ. മൂലയ്ക്ക് ഒട്ടും കട്ടിയില്ല. സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. വൈഫിനൊരു കൺഗ്രാജുലേഷൻ. ലൈഫിൻ്റെ സ്റ്റാഫിൻ്റെ ഇത് തമ്മിലൊരു ബന്ധമില്ലാത്ത പോകുന്നു നമുക്ക്
സീറ്റൊക്കെ ഇരിക്കുന്നോണ്ട് കുഴപ്പമില്ല. സീറ്റിലിരിക്കുന്നതാണ്. ഇതാ. ഇവിടെ വെച്ചോ. അത് വെക്കണം. ഇരുന്നാ മതി സാറ്. എന്നാ സംഭവം എന്നാ? മുതുകുത്ത് വെക്കാനായിട്ടാണ്. ആ, ഞാനിങ്ങനെ പിടിച്ചോളാം. ഒന്ന് കസേരയൊക്കെ തരുവാ. ഇപ്പം ഇനി ഇവിടെ പേപ്പറൊന്നും ഒട്ടിക്കണ്ട. ആ. അപ്പൊ ആ ഒരു ഇതിനകത്തിന്റെ അതിന് കെട്ടാണ്ട്. ഓക്കെ. എത്ര കിലോമീറ്റർ ഉണ്ട് അവിടം വരെ? 90 കിലോ. 90 കിലോമീറ്റർ ഉണ്ട്. കുറുക്കി കെട്ടണ്ടേ? വല്ലതും വെച്ച് ഒട്ടിക്കണോ? അല്ലത് ലോക്കാവും. നോക്കാം. ആ വണ്ടി ചേച്ചി അവിടെ ഒരു വെള്ളം ഇരിപ്പുണ്ട്. എടുത്തോളൂ. ഇപ്പം ബാലൻസ് ആയില്ല. ഞാൻ വിട്ടാലും ഇടത്തെ ഇനി പിടിച്ചു. ഇനി ഞാൻ ചേട്ടൻ ഹെൽമെറ്റ് വെക്കുന്നതിന് മുമ്പ് ഒരു ഷോട്ട് എടുത്ത് കൊണ്ടുവരാം. ഞാനും ചേട്ടനോട് പുറപ്പെടുക്കാം. ആൾക്കാരൊന്നും കണ്ടുപിടിക്കരുത്. ദിവസമുള്ള എണ്ണായാലും ടേപ്പും കത്തി എടുക്കാനുണ്ട്. സേഫായോ? സാറ് പുറകോട്ട് മാറ്റാം. ഓക്കെ. ചോറുണ്ടതായിരുന്നോ? ഇന്ന് ചോറുണ്ടോ? ഓ ഇല്ല, വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് നല്ല ഇടയ്ക്ക് അഴിക്കേണ്ട വരും. അടിക്കട്ടെ.
ഓക്കെ. ഓക്കെ. തട്ടല്ല തട്ടല്ല തട്ടല്ല, സൂക്ഷിച്ച്. ഇതല്ലേ സ്കൂട്ടറാ? സോൺചാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വെക്ക സ്കൂട്ടർ. ഇതൊരു ടി വി ആന്ന് പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. സാംസങ്ങിന്റെ 50 ടി വി. വേണ്ടി വന്നാ ചക്ക വേറേലും മുളയ്ക്കുമെന്ന് പറഞ്ഞ പോലെ. ഞാൻ ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം ഇത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരു ഓട്ടോക്കാരനെ വെച്ചു. അവൻ 2000 രൂപ. പിന്നെ അപ്പം ഞാൻ 2 തിരിച്ചും കൊണ്ടുവന്ന 4000 രൂപ. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തിനാണ് പറയണ, അങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബെൽറ്റ് അടിപൊളിയായിരിക്കും. ഐഡിയ 55 ഇഞ്ച് സാംസങ്ങിന്റെ ടി വി കണ്ടാ പറയോ? ഇവിടെ ഒന്നുമല്ല, ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാനാ. അരൂർക്കാ. ഇങ്ങോട്ട് വന്നതും ഇത് ഇങ്ങനെയാ. അങ്ങോട്ടും അങ്ങനെ വിടുന്നത്. ഞാൻ അടുത്ത് നിൽക്കാം. ഒരു ഫോട്ടോ വിടാൻ. ഞങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാ പറയാം. ഇപ്പൊ മോഹൻ ക്ലിയർ അല്ലല്ലോ. വെയിൽ അവിടെ ആയതുകൊണ്ടാണ്. അന്നേരം വളർച്ചയാ. നമുക്ക് വണ്ടി തിരിക്കുമ്പോ അങ്ങനെ തന്നെ വീഡിയോ തിരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ട്, വീഡിയോ വരുന്നുണ്ട്. മാപ്പിട്ടാണോ പോന്നേ? മാപ്പിട്ടാണോ പോന്നേ? അപ്പൊ 2 വള്ളി കെട്ടിയിട്ടില്ലേ? അതൊക്കെ കിടക്കുന്ന. അല്ല, അത് ഞാൻ വേണമെങ്കിൽ വട്ടം ഇരുന്ന് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തിട്ടാണ്. ഇതാണ് സേഫ്. മറ്റേ നമ്മൾ പുറത്തേക്ക് ചാടിക്കുമല്ലോ. പുറകോട്ട് പോകും. എന്നെക്കാളും പൊക്കത്തില്ല ടി വി വെച്ചത്. കംപ്ലൈന്റ് കാണിക്കണം. ഇല്ലെന്ന് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ മറ്റേ റൈറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയറാ. ഓക്കെ. അപ്പൊ ടി വി ഇങ്ങനെ കൊണ്ടുപോവാം. ഓക്കെ.